അത്യാവശ്യം ഉണ്ടെന്നല്ലേ പറഞ്ഞത്. എന്താ അത്യാവശ്യം? നവനീതച്ചോരണം. അപ്പളേ പോയി വെണ്ണ കക്കുക. തൈര് കടഞ്ഞ് വിത്ത് വെച്ചിട്ടുണ്ടാവില്ല, അപ്പളേക്ക് പോയിട്ട് കുത്തൻ വെണ്ണ അവര് പോലും അറിയാതെ എടുത്തുകൊണ്ട് പോവുക. ഇതാണ് കൃഷ്ണന്റെ കലാപരിപാടി. ഇതിനാണ് കൂട്ടുകാരെ പോയിട്ടുള്ളത്. വെളിച്ചായി കഴിഞ്ഞാൽ അടുത്തുള്ള ഗോപികളുടെ ഭവനത്തിലേക്കൊക്കെ പോകും. അവിടെ കടന്നുകൂടി അവരുടെ കുട്ടികളെ നല്ല തരിതരിയായിട്ടുള്ള മണലെടുത്ത് ആ കുട്ടികൾ കിടന്നുറങ്ങുമ്പോ അതിന്റെ തുടയില് ആ വെല്ലുകൊണ്ട് നല്ലോണം ഇന്നൊരു നുള്ളു കൊടുക്കുമ്പോഴേക്കും അതൊക്കെ കരയാൻ തുടങ്ങായി. അപ്പോഴേക്കും ആ ഗോപി ആ കുട്ടി എടുക്കാനായിട്ട് ഓടുകയായി. അപ്പോഴേക്കും ഇവിടെ വെണ്ണ പോയി, പാല് പോയി, ഒക്കെ പോയി. കുട്ടിയെടുത്ത് തിരിച്ചു വന്നപ്പോഴേക്കും ഒന്നും കാണാല്ലേ. ഒരു ഗോപി കുളിക്കാൻ പോയി എന്നൊരു അപരാധം ചെയ്തുള്ളൂ. തിരിച്ചു വന്നപ്പോഴേക്കും അവള് അന്ന് എന്തോ വിശേഷ ദിവസമായിട്ട് ധരിക്കാൻ എടുത്തു വെച്ചിരുന്ന പുതിയ പട്ടുവസ്ത്രം അവളുടെ വീടിന്റെ അകത്തേക്ക് കയറുന്നോർത്ത് നീളത്തിലെ മുറിച്ചിട്ടിരിക്കുന്നു. കൃഷിയുടെ ആരങ്ങനെ ചെയ്തത് എന്ന് വിചാരിച്ച് കണ്ടത്തിൽ വലിയൊരു കഷ്ണത്തെ പിന്നാലെ ചെന്ന് നോക്കിയപ്പോഴേ കൃഷ്ണൻ അതുകൊണ്ട് പട്ടുകോണം കൊടുത്തിരിക്കുന്നു. അതിന്റെ വാലങ്ങനെ പിന്നിലേക്ക് നീട്ടിയിട്ടിരിക്കുകയാണ്. ഇവള് അതിലാണ് ചെന്ന് പിടിച്ചത്. അതോടുകൂടി എന്താ നിനക്ക് എന്റെ ഈ സാരി കിട്ടിയോ പിച്ച് ചീന്താനായിട്ട് ഞാൻ എത്ര മോഹിച്ചു വാങ്ങിയതാ അറിയോ എന്ന് ചോദിച്ചപ്പോഴേക്കും വേഗ പട്ടുകോണത്തിന്റെ മുൻഭാഗം അഴിച്ചാണ് കൊടുത്തു. കൊണ്ടുപോ അവളുടെ ഒരു സാരി, എനിക്ക് നിന്റെ സാരി ഇട്ടിട്ട് വേണ്ടേ. അങ്ങനെ വെളിച്ച് അപ്പൊ കുളിച്ചു വന്ന് ഈ കോണവാല് പിടിക്കേണ്ടി വന്നു. വെളിച്ചായാൽ ഗോപസ്ത്രീകൾക്ക് ഇപ്പൊ വേറെ പണിയൊന്നുമില്ല. അവരെല്ലാവരും ഇതെന്നെ നോക്കിയിരിക്കും. ഇന്ന് എന്നോട് കയറോ ഭഗവാനെ, ഇന്ന് എന്നോടൊക്കെയാണോ വരിക. ചില ഗോപസ്ത്രീകൾക്ക് കുട്ടികളെ വന്ന് അവരൊക്കെ കാണിക്കുമ്പോൾ വലിയ സന്തോഷമാണ്. അപ്പൊ അവർ എടുത്തു വെക്കും പാത്രത്തിൽ രാവിലെ തന്നെ. അന്ന് എടുത്തോട്ടെ, കുട്ടികളല്ലേ, ഒരു രസമല്ലേ, അന്ന് എടുത്തോട്ടെ. അപ്പോഴാണ് അവിടെ വരുന്നത്. കൃഷ്ണ, നീ ഇന്നലെ അവിടെ വന്ന് കട്ടെടുത്തുകൊണ്ടാണ് ഞാൻ ഇന്ന് നിനക്ക് വേണ്ടിയിട്ട് എടുത്തു വെച്ചത്. നടക്കാതെടുത്ത് കഴിച്ചൂടെ? എന്താ നീ വരാത്തത്? ഞാൻ എത്ര നേരമായി കാത്തിരിക്കുന്നു എന്ന് ചോദിച്ചപ്പോ എന്ന് പറയാ, നിന്റെ ഈ കുഴിനകം കുത്തിയ കൈയുണ്ടാക്കിയ വെണ്ണല്ലേ, എനിക്കൊന്നും വേണ്ട, കൊണ്ടുപോകുന്നു. ഇനി വേറെ നിനക്ക് ഒരു ദിവസം പോലും ഞാൻ എടുത്തു വെക്കില്ല. നോക്കിക്കോ, വെണ്ണയില്ല നടക്ക, പാലുമില്ല നടക്ക, ഒരു വസ്തുവില്ല നടക്കുക. നിന്നെ ഞാൻ കണ്ടു തന്നെ നിൽക്കില്ല. നീ ഉണ്ടായിട്ടാണല്ലോ അപ്പൊ ഞാൻ കഴിഞ്ഞു പോകുന്നത്. എനിക്ക് എന്റെ വീട്ടിലെ ധാരാളം വെണ്ണയും പാലും ഉണ്ട്. എന്റെ വയറ് നിറഞ്ഞിട്ടുള്ളത്. എന്റെ അച്ഛനാരാന്നറിയോ? ഗോപരാജാവാ, നന്ദഗോപര്. ഇങ്ങനെ ഓരോ ഗോപിമാർക്കും അവരുടെ ഭവനത്തില് ഒരു പ്രവൃത്തി ചെയ്യാൻ നിർത്തില്ലാതെ ഇരിക്കുന്നു. അവരെല്ലാവരും അമ്മ യശോദരത്ത് കാലത്തങ്ങേഴുന്നേറ്റു യശോദ കാലേ തൻ ഗൃഹകൃത്യം കഴിച്ചു